ഹലോ, ഹാപ്പി ദീപാവലി. ദീപാവലിക്ക് ഫസ്റ്റ് ചെയ്യുന്നത് തലേദിവസം കത്തിച്ച വിളക്കിൽ നിന്നുള്ള എണ്ണ എടുത്ത് കുളിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വിളക്ക് വെച്ചിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്ന ദീപാവലി. ഈവനിങ് ആണ് ശരിക്കും ദീപാവലിയുടെ വിശേഷം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് താഴെ വന്ന് പടക്കം പൊട്ടിക്കുക, പിന്നെ സ്വീറ്റ് അടുത്തൊക്കെ ഉള്ളവർക്ക് കൊടുക്കുക, അവർ കൊണ്ടുത്തരും, അത് വാങ്ങിക്കുക. പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സ് ഇടുക, എല്ലാവരും പുതിയ ഡ്രസ്സ് ഇട്ട് ഞാനും ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ദീപാവലിയുടെ തലേദിവസമാണ് പോയി ദീപാവലിക്കുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കുന്നത്. ഏറ്റവും വലിയൊരു സന്തോഷം ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഈവനിങ് കാണുക എന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഈവനിങ് പടക്കം പൊട്ടിക്കുന്ന ആ ഒരു ഇവൻറ്റ് ഭയങ്കര ഒരു മെമ്മറിയാണ്. നമുക്ക് എല്ലാ വർഷവും അടുത്ത വർഷം വരുന്നവരേക്കുമുള്ള ഒരു മെമ്മറിയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടെ മത്സരിച്ചുള്ള പടക്കം പൊട്ടിയിലാണ്. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും വലിയ വീട് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെയാണ് പടക്കത്തിൻ്റെ പാഴ്സൽ 10th ഫ്ലോർ 11th 16th ഫ്ലോറിൽ നിന്നൊക്കെ താഴോട്ട് കൊണ്ടുവരുന്നത്. ലിഫ്റ്റിലൊക്കെ ഫുള്ള് ബ്ലോക്കഡ് ആയിരുന്നു, ട്രാഫിക് ബ്ലോക്കായിരുന്നു ലിഫ്റ്റ് ഫുള്ള്. ശരിക്കും കണ്ട് ചിരിച്ചു, ഞങ്ങളും ചിരിച്ചു. അങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും ദീപാവലിയുടെ ഭംഗി മൊത്തം രാത്രിയിലാണ് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു നമ്മുടെ ടേണിന് വേണ്ടി. നമ്മുടെ ടേൺ വന്നു, ഇനി ഞാൻ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു പോവാണ്.
നമ്മുടെ ഒരു ബാച്ചിൻ്റെ പടക്കങ്ങളാണ് ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ബാച്ച് മീൻസ് നമ്മുടെ ഒരു ബ്ലോക്ക്. ഓക്കെ, നിറയെ ബ്ലോക്കുകളുണ്ട്. പിന്നെ നിങ്ങളെല്ലാം ദീപാവലി ആഘോഷിച്ചില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. സോ ഐ എൻജോയ്ഡ് വെൽ. ദിസ് എ സ്ട്രെസ് ബസ്റ്റർ ഓൾസോ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ്. നന്നായിരുന്നു ഇപ്രാവശ്യം ദീപാവലി. ഇതിനേക്കാളും നന്നായിരുന്നു 1 ഇയർ ബിഫോർ ഉണ്ടായിരുന്ന ദീപാവലി. അത് കുറച്ചും കൂടെ നന്നായിരുന്നു. ഇതും നന്നായിട്ടുണ്ടായിരുന്നു. വി ഓൾ ആർ വെരി ഹാപ്പി. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്വീറ്റ്സൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. വെറുതെ ഒരു ഡ്രൈവിന് വെളിയിൽ പോയി. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. ഇപ്രാവശ്യം ദീപാവലിയിൽ പടക്കം പൊട്ടിച്ച് കഴിഞ്ഞ് ഓവറായിട്ട് പുകയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സ്മോക്ക് ഉണ്ടായിരുന്നു. പൂത്തിരിയൊക്കെ നമ്മൾ കത്തിക്കുമ്പം തന്നെ താഴേന്ന് ഫസ്റ്റ് പുക വന്നിട്ടായിരുന്നു ഈ സ്പാർക്കിൾസ് പോലത്തെ ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരുത്തർക്കൊരുത്തർ കാണാൻ വയ്യാത്ത പോലെ പുകയുണ്ടായിരുന്നു. ബട്ട് ഇതെല്ലാം ഒരു ഹാപ്പിനെസ് ആണ്. ആക്ച്വലി പുക വീട്ടിനകത്ത് നിറയണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പലതരത്തിലുള്ള പടക്കങ്ങളുണ്ടായിരുന്നു ഇപ്രാവശ്യം. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പുട്നിക് പോലത്തതൊക്കെ ഉണ്ടായിരുന്നു. ദീപാവലി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ സന്തോഷിപ്പിക്കുന്ന ഓർമ്മകളുടെ എല്ലാം കലർന്നുള്ള ഒരു നൊസ്റ്റാൾജിക് മൊമെൻറ്റിൻ്റെ ഓർമ്മകളുടെ ഒരു ഉത്സവം കൂടിയാണ്. അത് ഒത്തിരി സ്വീറ്റായിട്ടുള്ള കുറേ മെമ്മറീസാണ്. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ ഒരു വിഷമവുമുണ്ട്. കാരണം നമ്മളെല്ലാം വലുതായി, പിള്ളേർ വലുതായി, എല്ലാം ഓർക്കുമ്പോൾ അതും ഒരു വിഷമം തന്നെയാണ്. ദീപാവലി കഴിയുമ്പോൾ ദീപാവലിയുടെ പടക്കങ്ങൾ പൊട്ടിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്, അതേസമയം കുറേ ഓർമ്മകളുടെ വേദനകളാണ്. സോ ഏകദേശം എല്ലാം കത്തിച്ച് കഴിഞ്ഞു, പൊട്ടിച്ചു കഴിഞ്ഞു, ആഘോഷങ്ങൾ കഴിയാറായി. ഇനിയും നെക്സ്റ്റ് ദീപാവലിക്ക് എല്ലാവരെയും കാണാം. നിങ്ങളും ആഘോഷിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും മിക്സഡ് ഓർമ്മകളുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറി പോവുകയാണ്.